ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റുമായ എ.ആർ. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇരയുടെ സഹായ അഭ്യർത്ഥന അവഗണിച്ചുവെന്നാരോപിച്ച് മന്ത്രി ഒ.ജെ. ജനീഷിനെതിരെയും വിമർശനമുയർത്തി സി.പി.എം. മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെയും ഇരയുടെ സഹായ അഭ്യർത്ഥന അവഗണിച്ചുവെന്നാരോപിച്ച് മന്ത്രി ഒ.ജെ. ജനീഷിന്റെ നിലപാടിനെതിരെയും സി.പി.ഐ.എം. മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടന്നു. മാള ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗുണ്ടാ മാഫിയ ക്രിമിനൽ സംഘപ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വം കൊടുത്ത് കൊടുങ്ങല്ലൂരിന്റെ ജില്ലയുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് നിരവധി കാലം ജയിലിലാക്കി LDF ഗവൺമെന്റ് ജയിലിലാക്കിയ നേതാവാണ്. ഈ അടുത്ത കാലത്താണ് ജയിൽ വിമോചിതനായി അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് വന്നത്. ജയിൽ വിമോചിതനായി നാട്ടിലേക്ക് വന്ന ഉടനെ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു നിയമനം നൽകി. ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാര് എന്ന് ചോദിച്ചപ്പോ ആ ആളാണ് നമ്മുടെ എ.ആർ. ശ്രീകുമാർ. ശ്രീകുമാറിന്റെ പേരിൽ ഇപ്പോ കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് അങ്ങനെ എടുക്കരുത് എന്നാണ് ഗവൺമെന്റിന്റെ നിലപാട്. പക്ഷേ ഗവൺമെന്റ് നിലപാടിനൊപ്പം സഞ്ചരിക്കാൻ പോലീസിന് കഴിയാത്തതിന്റെ പരിമിതികൾ എ.ആർ. ശ്രീകുമാറിന്റെ ഭാര്യ പോലീസിന് രേഖാമൂലം നൽകിയ മൊഴിയുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചു, സ്വന്തം ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇത് മാധ്യമങ്ങളിലെല്ലാം പുറത്തു വന്ന വാർത്തയല്ലേ. ഏരിയ സെക്രട്ടറി ടി.കെ. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വധശ്രമക്കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്നത് ബി.ജെ.പി. കോൺഗ്രസ് ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സി.പി.എം. നേതാക്കൾ ആരോപിച്ചു. പരിക്കേറ്റ യുവതിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും സഹായം തേടിയപ്പോൾ മന്ത്രി ഒ.ജെ. ജനീഷ് പുലർത്തിയ സമീപനം സത്യപ്രതിജ്ഞയുടെയും ഭരണഘടനയുടെയും ലംഘനമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇരയ്ക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രതിയെ സംരക്ഷിക്കുന്ന നടപടികൾ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം. രാജേഷ്, ടി.കെ. സതീശൻ, സി.എസ്. രഘു, കെ.വി. ഉണ്ണികൃഷ്ണൻ, ധനുഷ്കുമാർ, സി. സിന്ധു ജയൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള.